और उसके आयत की हमारे ध्यान हम लेकर आएंगे। भजन संहिता 34 उसके 6 आयत। സങ്കീർത്തനം 34-6 ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. इस दीन जन ने पुकारा और यहोवा ने सुना करके वहां पर लिखा गया है। ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. और उसके सारे कष्टों से उसे छुड़ा लिया करके वहां पर लिखा गया है। അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. और उसके 17th आयत भी हम देखेंगे। അതിന്റെ 17-ാം വാക്യം, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. धर्मी पुकारते हैं और यहोवा सुनता है और उन्हें उनके सब संकटों से छुड़ा लेता है करके वहां पर बताया गया है। നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നു. यहाँ पर 2 प्रकार के लोग हैं। एक दीन जन के बारे में बताया है और एक धर्मी जन के बारे में भी बताया गया है। ഇവിടെ 2 കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് എളിയവൻ, ഒന്ന് നീതിമാൻ. हालेलुया। हमारे लिए परमेश्वर ने दिया हुआ सबसे बड़ा एक अश्योरेंस है, यदि हम उसकी ओर पुकारेंगे तो वो जरूर हमारे पुकार के शब्दों को सुनने वाला परमेश्वर है करके वचन में ही आव देता है। നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയൊരു ഉറപ്പാണ്, കർത്താവിനോട് നമ്മൾ നിലവിളിച്ചാൽ നിശ്ചയമായും നമ്മുടെ നിലവിളി അവൻ കേൾക്കുമെന്നുള്ളത്. हमारा परमेश्वर, I mean, he is not a deaf God. He can hear your cries. वो हमारे हालेलुया प्रेज़ लॉर्ड बुलाहट और हमारे प्रेज़ लॉर्ड पुकारने वाले उस शब्दों को सुनने वाला परमेश्वर है। നമ്മുടെ ദൈവം ഒരിക്കലും അവന്റെ ചെവി അടഞ്ഞിട്ടില്ല, ചെകിടനായ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ നിലവിളിക്ക് ചെവി ചായിച്ച് നമ്മളെ കേൾക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. हालेलुया। वो प्रेज़ लॉर्ड अनदेखा नहीं करता है। हालेलुया। वो प्रेज़ लॉर्ड याद रखने वाला परमेश्वर है और वो हमें उत्तर देने वाला परमेश्वर है। അവൻ കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ദൈവമല്ല. ആമേൻ. അവൻ ഒരിക്കലും നമ്മളിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്ന ദൈവമല്ല, നമ്മളെ ശ്രദ്ധിക്കുന്ന ദൈവം. हर एक आंसू का एक आवाज है करके हम जानना बहुत जरूरी है। ഓരോ കരച്ചിലിനും അതിൻ്റെതായ ഒരു ഭാഷയുണ്ട്. प्रेज़ लॉर्ड। I mean, काफी बार उसका दिशा हम जानने के लिए किस प्रकार का आंसू है वो भी जानना बहुत जरूरी है। ആ കരച്ചിലിന്റെ ദിശ അറിയുവാൻ അതിന്റെ ഭാഷ അറിയണം. हालेलुया। डू वी क्राई टू द लॉर्ड और टू द वर्ल्ड? क्या हम सच में परमेश्वर की ओर पुकारते हैं या हम संसार की ओर हम पुकार रहे हैं? നമ്മുടെ കരച്ചിലിന്റെ ദിശ എന്ന് പറയുന്നത് അത് ലോകത്തിലേക്കുള്ളതാണോ അതോ കർത്താവിങ്കിലേക്കുള്ള കരച്ചിലാണോ? दाऊद यहाँ पर एक गवाही कहता है कि मैंने पुकारा और यहोवा ने सुना और छुड़ा भी लिया करके यहाँ पर बताया गया है। ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ കണ്ടു, കേട്ടു, അവങ്കിൽ നിന്ന് അവൻ എന്റെ കഷ്ടം മാറ്റി തന്നു. हालेलुया। यहोवा ने सुना और यहोवा ने मुझे छुड़ा भी लिया है। കർത്താവ് കേട്ടു, അവൻ എന്റെ കഷ്ടങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. हालेलुया। आज के इस संदेश का मेन फाउंडेशन यहोवा की ओर पुकारने वालों का सुनने वाला परमेश्वर करके हम जानना बहुत जरूरी है। ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് യഹോവേ ആമേൻ, വിളിച്ചപേക്ഷിക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവം എന്നുള്ളതാണ്. आमीन। हमारा परमेश्वर अपने सृष्टियों का भी पुकार सुनने वाला परमेश्वर है। നമ്മുടെ ദൈവം അവന്റെ സൃഷ്ടികളുടെ നിലവിളിയെ കേൾക്കുന്ന ദൈവമാണ്. आमोस की पुस्तक उसके 3 अध्याय उसके 4वें आयत। आमोस की पुस्तक उसके 3 अध्याय उसके 4वें आयत में हालेलुया, विल ए लायन रोर इन द फॉरेस्ट व्हेन ही हैज नो प्रे करके वहां पर बताया गया है। ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ എന്ന് ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ എന്ന് ചോദിക്കുന്നു. क्या जंगल में सिंह बिना शिकार के गरजता है करके आमोस पूछ रहा है। ഇരയില്ലാതെ ഇരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ എന്ന് ആമോസ് ചോദിക്കുന്നു. हालेलुया। हर एक जानवर वो पुकारना जानता है, रोना जानता है और सृष्टि किया हुआ परमेश्वर उसके रोने के अनुसार उसे उत्तर देने वाला परमेश्वर है। സകല മൃഗങ്ങളും
സൃഷ്ടികളും സകല സൃഷ്ടികളും എല്ലാത്തിനും അതിൻ്റെതായ കരച്ചിലിന്റെ ശബ്ദമുണ്ട്. എന്നാൽ അവയെ സൃഷ്ടിച്ച ദൈവത്തിന് അവയുടെ ശബ്ദത്തിന്റെ ഭാഷ നന്നായി തിരിച്ചറിയുവാൻ एक सिंह यदि पुकार रहा है, दो बातों को वहां पर स्पष्ट कर रहा है. ഒരു സിംഹം അവൻ കരയുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. एक कुछ जरूरत के साथ वो रो रहा है, ഒന്നുകിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി കരയുന്നു. दूसरा वो वहां पर मौजूद है करके दिखाने के लिए वो वहां पर रो रहा है. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു കരച്ചിൽ. हालेलुया. सिंह की आवाज सुनते ही पता चलता है कि वो वहां पर मौजूद है, तो लॉर्ड बाकी के जो भी जानवर है वो वहां से भाग निकल जाता है. ആ സിംഹം അവിടെ ഉണ്ടെന്ന് അറിയിക്കുവാനുള്ള ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ മറ്റു മൃഗങ്ങളെല്ലാം അവിടെ നിന്ന് ഓടി മാറും. Hallelujah. दो बातें हैं. One, it shows the need of the lion, and second, it shows the presence of the lion. ഒന്നാമത്തെ സിംഹത്തിന്റെ കരച്ചിൽ എന്ന് പറയുന്നത് താൻ അവിടെ ഉണ്ടെന്ന് അറിയിക്കുവാനുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കും. രണ്ടാമതായി അവൻ എന്തെങ്കിലും ആവശ്യത്തിൽ ഇരപിടിക്കുവാനായി കരയും. हालेलुया. सिंह गरजता है जब वो भूखा है. ആ സിംഹം അവൻ അത് ഗർജിക്കുന്നത് അതിന് വിശക്കുമ്പോഴാണ്. चिड़िया भोर में उठकर जब गीत गाता है, वो अपने सृष्टिकर्ता से हालेलुया अपनी आवश्यकताओं को बता रहा है. ഒരു പക്ഷി രാവിലെ ഉണർന്ന് തന്റെ ആവശ്യം ദൈവത്തോട് അറിയിക്കുന്നത് പോലെ രാവിലെ ഇരുന്ന് താൻ ചിലയ്ക്കുകയാണ്. भजन संहिता 147 वर्सेस 9 में हालेलुया प्रेज लॉर्ड हर एक पक्षिया परमेश्वर से जब पुकारता है, परमेश्वर उसका आहार देने वाला परमेश्वर है. സങ്കീർത്തനം 147:9 നമ്മൾ വായിക്കുന്നു, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്നു. പക്ഷികൾ കരയുമ്പോൾ ദൈവം അതിന് ആഹാരം കൊടുക്കുന്നു വചനം പറയുന്നു. जब वो रोते हैं उसका आहार परमेश्वर उसे दे रहा है. അത് കരയുമ്പോൾ ദൈവം അതിന് ആവശ്യമുള്ള ആഹാരം അതിന് എത്തിച്ചു കൊടുക്കുന്നു. हालेलुया. परमेश्वर के वचन में परमेश्वर की लोगों ने रोया हुआ काफी अनुभव हम देखते हैं. ദൈവവചനത്തിൽ ദൈവത്തിന്റെ ജനം കരഞ്ഞ അനേക അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. पुराने नियम से हम कुछ लोगों को जल्दी से हम देखेंगे. പഴയ നിയമത്തിൽ ചില വ്യക്തികളെ നമ്മൾക്ക് നോക്കാം. उल्पत्ति की किताब उसके 21 अध्याय उसके 17th चैप्टर में, उल्पत्ति की किताब उसके 21 अध्याय उसके 17th आयत में हागार नाम का व्यक्ति ने परमेश्वर से रोया करके हम वहां पर पढ़ते हैं. ഉൽപ്പത്തി 21:17 മുതൽ നമ്മൾ കാണുമ്പോൾ ഹാഗാർ ദൈവത്തോട് നിലവിളിക്കുന്ന ഭാഗം നാം കാണുന്നുണ്ട്. वहां पर लिखा गया है कि हाजिरा ने परमेश्वर की ओर पुकारा है. അവിടെ നമ്മൾ കാണുന്നു ഹാഗാർ ദൈവത്തോട് നിലവിളിച്ചു. हालेलुया. she was been abandoned, she was been rejected. हालेलुया. हर एक व्यक्तियों से हालेलुया तिरस्कार किया गया, कोई भी उसका साथ देने के लिए नहीं था. अकेला की अनुभव में सारे आशा उस मरुभूमि में उसका खत्म हो गया था. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവൾ, അവളെ കാണുവാനോ അവനെ ആശ്വസിപ്പിക്കാനോ ആരുമില്ലാത്ത ഒരുവൾ മരുഭൂമിയിൽ ദൈവത്തോട് നിലവിളിക്കുക. उसने अपने बच्चे को झाड़ियों के बीच में छोड़कर हालेलुया उनके मृत्यु देखना नहीं चाहता है बोलते हुए उन्होंने अपने आवाज उठाकर रोना शुरू कर दिया. അവിടെ കുഞ്ഞിനെ അവൾ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിട്ട് മാറ്റിവെച്ചിട്ട് അതിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് അമ്പിൻപാട് ദൂരത്ത് മാറി അവൾ ദൈവത്തോട് നിലവിളിച്ച് കരയുകയാണ്. वहां पर लिखा गया है God heard the boy's cry करके बताया गया है. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. परमेश्वर ने लड़के की आवाज सुना करके लिखा गया है. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടു എന്ന് വചനം പറയുന്നു. हागार ने जोर से पुकारा, लेकिन परमेश्वर ने उस बालक का आवाज सुन लिया है. ഹാഗാറും ഉച്ചത്തിൽ നിലവിളിച്ചു, പക്ഷേ ദൈവം ആ ബാലന്റെ നിലവിളി കേട്ടു. और परमेश्वर ने उनके हागार हजीरा के आंखों को खोल दिया ताकि वो देख पाए. उनके लिए परमेश्वर इंतजाम किया वह सोता क्या है. ദൈവം ഹാഗാറിന്റെ കണ്ണ് തുറന്നു. ദൈവം അവക്ക് വേണ്ടി ഒരുക്കിയ അവൻ ഉറവ കാണാൻ. यदि आपको लगता है कि आप लोगों से यू हैव बीन फॉरगॉटन, आप तिरस्कार किया गया व्यक्ति है, कोई भी आपका साथ देने के लिए नहीं है, आप
आप अकेला है नहीं, हालेलुया, आपको देखने वाला एक परमेश्वर है, वो सच्चाई हम जानना बहुत जरूरी है। നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ ആമേൻ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടു, എല്ലാവരും എന്നെ മറന്നു, ഞാൻ ഒറ്റയ്ക്കായി എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവസ്ഥയിൽ നമ്മെ കാണുന്ന സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. जब आपको लगता है कि सभी लोग मुझे भूल गए हैं, कोई भी मेरा साथ देने के लिए नहीं है, कोई भी मेरे आंसू देखने के लिए नहीं है, परमेश्वर हमारे आंसुओं को देखने वाला परमेश्वर है। എനിക്ക് ആരുമില്ല, എല്ലാവരും എന്നെ മറന്നു, ആമേൻ എന്റെ കണ്ണുനീരാരും കാണുന്നില്ല എന്ന് ആമേൻ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ അങ്ങനെയല്ല, നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. हालेलुया। दूसरा एक व्यक्ति को हम देखते हैं, उल्पत्ति की किताब उसके 45 अध्याय उसके 4वें आयत और 14 और 15 भी हम देखते हैं, यूसुफ नाम के व्यक्ति हालेलुया रोने वाले एक अनुभव को वहां पर पढ़ते हैं। ഉൽപ്പത്തി പുസ്തകം 45-ന്റെ 4 4-ാം വാക്യം, യോസേഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസെഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പിൽ അയച്ചതാകുന്നു. आमीन। यहाँ पर प्रेषित यूसुफ अपने भाइयों पर, हाले भाइयों को उनके पास बुलाकर वो कौन है करके वहां पर प्रकट कर रहा है। അവിടെ യോസേഫ് തന്റെ സഹോദരന്മാരെ അടുത്ത് വിളിച്ച് അവൻ ആരാണെന്ന് അവർക്ക് വെളിപ്പെടുത്തുകയാണ്. और उसके बाद में उसके नीचे की आयतों में he wept loudly, वे जोर से रोना शुरू किया करके वहां पर बताया गया है। അവൻ ഉച്ചത്തിൽ കരഞ്ഞു എന്ന് അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിലും നമ്മൾ കാണുന്നു. हालेलुया। he is revealing his identity, वो कौन है करके अपने भाइयों से बता कर दे रहा है। അവൻ ആരാണെന്നുള്ള അവന്റെ പരിചയം അവൻ തന്റെ സഹോദരന്മാർക്ക് കൊടുക്കുകയാണ്. हालेलुया। और उसके 14 और 15 आयत में जब हम पढ़ते हैं, वहां पर बेन्यामीन भी रोया करके हम वहां पर पढ़ते हैं। 14-ാം വാക്യത്തിൽ അവൻ തന്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതിനുശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. हालेलुया। प्रेषित बेन्यामीन भी रोया, अपने भाइयों ने भी उन्हें आलिंगन करते हुए वे सब मिलकर रोना शुरू किया करके वहां पर लिखा गया है। അവിടെ ബെന്യാമീനും ജോസഫും അവന്റെ മറ്റു സഹോദരന്മാരും എല്ലാം തമ്മിൽ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. सालों का आंसू, सालों का दर्द उस आंसुओं में बह गया, सब कुछ भूल गया। ആമേൻ. അനേക നാളുകളിലെ ദുഃഖവും കയ്പുമെല്ലാം ആ കരച്ചിലിൽ അത് അലിഞ്ഞു തീരുവാൻ. हालेलुया। बहुत सालों से जो दर्द यूसुफ को मिला था, आमीन प्रेज़ लॉर्ड, जो अकेलापन की अनुभव, जो बिट्रायल उन्होंने अनुभव किया था, हालेलुया, जो सेपरेशन उन्होंने अनुभव किया था, सब कुछ उस आंसू में बह गया करके वहां पर बताया गया है। അനേകം വർഷങ്ങൾ കൊണ്ട് ആമേൻ ജോസഫ് അനുഭവിച്ച വേദനയും കയ്പും തിരസ്കാരവും ആമേൻ ദുഃഖവും എല്ലാം ആ കരച്ചിലിൽ അത് അലിഞ്ഞു തീരുകയാണ്. हालेलुया। प्रेज़ द लॉर्ड। ആമേൻ. आंसू का शक्ति हमने देखा है। കരച്ചിലിന്റെ കണ്ണുനീരിന്റെ ശക്തിയെ കണ്ടതോ? आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? हालेलुया। आंसू का बहुत बड़ा एक शक्ति है। ആമേൻ. കണ്ണുനീരിന് ഒരു ശക്തിയുണ്ട്. यदि आप सही प्रकार रोने के लिए होगा तो सालों का हमारे अंदर का दर्द, नफरते बह जाएगा, मिट जाएगा। ശരിക്കും ഹൃദയത്തിൽ നിന്ന് ആമേൻ ഒന്ന് കരയാമെങ്കിൽ അനേകം വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന നമ്മുടെ വിഷമങ്ങളും ഭാരങ്ങളും ആമേൻ വെറുപ്പുകളും അത് അലിഞ്ഞു മാറുവാനിടയാവും. हाल ही में जो एम्ब्रेस्टोड मृत्यु का एक अनुभव हमारे चर्च में एक अंकल का जो हुआ, वहां पर वो आंटी जब रो रहे थे, हमने थोड़ा समय दे दिया उनको रोने के लिए, क्योंकि उस रोने में उनका पूरा दर्द शायद मिट सकता है। ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിൽ ഒരു അങ്കിള് മരിച്ചപ്പോൾ അങ്കിളിന്റെ ഭാര്യ ആന്റി
കരഞ്ഞപ്പോൾ അല്പസമയം ആന്റി കരയുവാൻ ആളുകൾ അനുവദിക്കുകയായിരുന്നു. കാരണം ആ കരച്ചിലിൽ വലിയൊരു ആശ്വാസം പ്രാപിക്കുവാനിടയാകും. हालेलुया, नहीं तो जिंदगी भर वो डिप्रेशन उन्हें नियंत्रण करने के लिए कोशिश करेगा. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ആ നിരാശ തന്നെ ഭരിക്കും. हालेलुया, यदि वो रोने के लिए तैयार है तो काफी डिप्रेशंस भी वहां पर मिट जाएगा. ഒന്ന് കരയാമെങ്കിൽ പല നിരാശകളും മാറിപ്പോകുവാനിടയാകും. हालेलुया, God can heal the wounds if we are ready to weep. यदि हम रोने के लिए तैयार है तो हमारे अंदर ही अंदर का काफी घाव परमेश्वर मिटाने के लिए तैयार है. നാം ഒന്ന് നിലവിളിച്ച് കരയുവാൻ ഒരുക്കമാണെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വന്നു ഭവിച്ചിരിക്കുന്ന നിരാശകളും ചില വേദനയുടെ മുറിവുകളും ശരിക്കും ഉണങ്ങുവാൻ കരിയുവാൻ ദൈവം ഇടയാകും. हालेलुया, परमेश्वर उस नया रेस्टोरेशन हमारे अंदर दे सकता है यदि हम रोने के लिए तैयार है तो. ദൈവം നമ്മെ പുനഃസ്ഥാപിക്കുവാൻ ഇടയായി തീരും, നമ്മളെ വീണ്ടും പുതുക്കുവാൻ ഇടയായി തീരും നാം കരയുകയാണെങ്കിൽ. लेकिन हमें तो अभी रोने का आदत है ही नहीं. എന്നാൽ ഇപ്പോൾ കരയുന്ന സ്വഭാവമേ നമ്മൾക്കില്ല. हमारे आंखों से आंसू भी सूख गया है. നമ്മുടെ കണ്ണ് ഉണങ്ങി വരണ്ടിരിക്കുക. हालेलुया, प्रार्थना करने के लिए बैठे तो केवल आवाज आता है, आंसू नहीं आता है. ഇപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാൽ കണ്ണുനീർ വരുന്നില്ല, കേവലം ശബ്ദമായി മാറുകയാണ്. इसके लिए काफी बार परमेश्वर की चमत्कार हम देख नहीं पा रहे हैं. അതുകൊണ്ട് പലപ്പോഴും ദൈവിക അത്ഭുതങ്ങൾ വിടുതലുകൾ കാണുവാൻ इसके लिए കഴിയില്ല. काफी बार हम दूसरों को माफ कर नहीं पा रहे हैं. हमारे अंदर वो घृणा और नफरत अभी भी हमें नियंत्रण कर रहा है. അതുകൊണ്ട് ഇപ്പോഴും മറ്റുള്ളവരോട് നമ്മൾക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഉള്ളിൽ പകയും പിണക്കവും വർദ്ധിച്ചു വരികയാണ്. इसके लिए हम दूसरों को हाथ मिला नहीं पा रहे हैं, दूसरों को गले लगा नहीं पा रहे हैं, दूसरों को हृदय खोलकर हम प्रेम कर नहीं पा रहे हैं, क्योंकि आंसू का अनुभव नहीं है. हालेलुया, इसके लिए नफरत कहीं ना कहीं तो हमें नियंत्रण कर रहा है. അതുകൊണ്ട് മറ്റുള്ളവരോട് സഹകരിക്കാൻ കഴിയുന്നില്ല, കൈ കൊടുക്കുവാൻ കഴിയുന്നില്ല, അവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. കാരണം ഉള്ളിൽ മുഴുവനും വെറുപ്പ് നിറഞ്ഞിരിക്കുകയാണ്. हालेलुया, प्रेज़ लॉर्ड, यदि दिल खोल कर रोने के लिए तैयार है, परमेश्वर उस सारे दर्द और घृणाओं को मिटा डालने के लिए तैयार है. ഹൃദയം തുറന്നൊന്ന് കരയുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കയ്പും പകയും എല്ലാം അലിഞ്ഞ് ഒഴുകി പോകുവാനിടയായി. सबसे बड़ा एग्जाम्पल है यूसुफ का जिंदगी का एग्जाम्पल. ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് യോസഫിന്റെ क्या കരച്ചിൽ. यूसुफ की जिंदगी में कोई दर्द नहीं हुआ था? യോസഫിന്റെ ജീവിതത്തിൽ क्या ദുഃഖമില്ലായിരുന്നു. वो अकेलापन के अनुभव से नहीं होकर गया അവൻ था? ഒറ്റപ്പെട്ടില്ലായിരുന്നു. क्या वो बिट्रेयल का अनुभव नहीं अनुभव किया था? അവനെ ഒറ്റിക്കൊടുത്തില്ലായിരുന്നു. हालेलुया, कितने कितने ऐसे अनुभव से यूसुफ होकर जाना पड़ा. वो कारागृह में पड़ना पड़ा, उसके हाथ और पैर में जंजीरों से बांधा गया. जो गलती उसने किया तक नहीं, उस कार्यों के लिए भी वो शिक्षा अनुभव करना पड़ा. हालेलुया, भूलना बड़ा मुश्किल है, माफ करना बड़ा मुश्किल है, लेकिन फिर भी उसने जब जोर से रोना शुरू किया, इतने सालों का सारे नफरत उस आंसू में बह गया. ആമേൻ. അവനെ ഒറ്റപ്പെടുത്തി, അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ കുറ്റപ്പെടുത്തി ജയിലറകളിൽ ഇട്ടു, അവന്റെ കാലുകളിൽ ചങ്ങലയിട്ടു. ആമേൻ. അവന്റെ സഹോദരന്മാർ അവനെ തിരസ്കരിച്ച് എത്രയോ ദുഃഖത്തിന്റെ വേദനയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. ഇതൊക്കെയും മറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, ക്ഷമിക്കുവാൻ അത്ര ഈസി അല്ല. എന്നാൽ അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അവന്റെ ഉള്ളിലെ സകല കയ്പുകളും പിണക്കങ്ങളും വേദനകളും ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞു മാറുവാനിടയായി. हालेलुया, हमारे आंसू में शक्ति है. നമ്മുടെ കരച്ചിലിന് ഒരു ശക്തിയുണ്ട്. हालेलुया, प्रेज़ लॉर्ड. तीसरा हम देखते हैं गिनती के पुस्तक उसके 11वें अध्याय में इस्राएलियों ने परमेश्वर से रोया, लेकिन वो एक गलत प्रकार की प्रेज़ लॉर्ड पुकार हो गया. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലും ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നുണ്ട്, പക്ഷെ അതൊരു തെറ്റായ അനുഭവം നമ്മൾ അവിടെ കാണുന്നുണ്ട്. मन्ना के लिए इस्राएल की गलत पुकार हम वहां पर देखते हैं. മന്നയ്ക്ക് വേണ്ടി തെറ്റായ ഒരു കരച്ചിൽ നമ്മൾ അവിടെ കാണുന്നു. हालेलुया, वो वहां पर पुकार कर कहता है कि प्रेज़ लॉर्ड, वे मन्ना से स्वाद कम हो गया करके वे कह रहे हैं. അവിടെ അവർക്ക് മന്നയുടെ രുചി കുറഞ്ഞു പോയതായി നമ്മൾ കാണുന്നുണ്ട്. हालेलुया, वहां पर
प्रेस लॉर्ड इजिप्ट का बर्गर इससे भी टेस्टी था करके वे अभी कह रहे हैं. അവര് പറയുന്നത് ഞങ്ങൾക്ക് മിസ്രയീമിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആഹാരമാണ് ഇതിലും നല്ലതെന്ന് പറഞ്ഞവർ കരയുക. हालेलुया. मिस्रईम में KFC था, मैकडॉनल्ड्स था, एंड प्रेस लॉर्ड हमें स्विगी जोमेटो था. वे बोल रहे हैं लेकिन यहाँ पर तो ये साधारण मन्ना मिल रहा है करके बोलकर परमेश्वर से वे पुकार रहे हैं. അവര് പറയുന്നത് മിസ്രയീമിൽ ഞങ്ങൾക്ക് നല്ല ആഹാരം ഉണ്ടായിരുന്നു, ബർഗറും KFCയും ഒക്കെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു, അവിടുത്തെ മക്ഡൊണാൾഡ്സ് ആയിരുന്നു നല്ലതെന്ന് പറഞ്ഞ് അവർ കരയുക. हालेलुया. बल्कि परमेश्वर देने वाला प्रेस लॉर्ड हालेलुया स्वर्गीय भोजन जब उन्हें दिन प्रतिदिन बिना मेहनत किए उन्हें जब हाथ में मिल रहा है, हालेलुया प्रेस लॉर्ड वे गलत प्रकार की पुकार परमेश्वर से वे कर रहे हैं. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള ആഹാരം അവർക്ക് അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ ദിനം പ്രതി വാതിൽക്കൽ കഴിക്കുവാൻ ലഭിച്ചു വന്നപ്പോൾ ഇപ്പോൾ അവർക്ക് ആമേൻ അതിനെ പ്രതി ഒരു തെറ്റായ ആമേൻ കരച്ചില്ല. जो मेहनत से नहीं मिलता है ना उसका वैल्यू बहुत कम रह जाता है. നമ്മൾ അധ്വാനിക്കാതെ കിട്ടുന്നതിന്റെ വില ആമേൻ പലപ്പോഴും നമ്മൾ കുറച്ച് കാണുന്നവരാണ്. हालेलुया. लेकिन आप मेहनत से खरीदा है तो जरूर उसका बड़ा वैल्यू रहता है. എന്നാൽ അധ്വാനിച്ച് മേടിച്ചതിന് വളരെ വില നിങ്ങൾ കൊടുക്കും. मिस्र में तो हालेलुया सुबह से लेकर रात तक इतना मार मिलता है, फिर एक छोटा सा रोटी मिलता था. മിസ്രയീമിലായിരുന്നപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ കഠിനാധ്വാനം ചെയ്ത് അടിയും വാങ്ങിച്ച് ഒരു ചെറിയ റൊട്ടി കഴിക്കും. यहाँ पर तो मेहनत भी नहीं करना है, रोना भी नहीं है, मार भी नहीं मिलना है. सुबह सुबह घर दरवाजा खोलने पे मन्ना घर के बाहर मिल जाता है. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ അധ്വാനമൊന്നുമില്ല, വെറുതെ കിടക്കുന്നു, ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മന്ന കിട്ടുന്നു. हालेलुया. इसके लिए वे गलत प्रकार की पुकार परमेश्वर से वे कर रहे हैं. അതുകൊണ്ടാണ് അവർ തെറ്റായിട്ട് ദൈവത്തോട് ഇപ്പോൾ ഇവിടെ കരയുന്നത്. हालेलुया. एक चेतावनी यहाँ पर यह है कि हर पुकार प्रेस लॉर्ड पवित्र नहीं होता है. ഇവിടെ നിന്ന് ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആമേൻ വാണിംഗ് എന്ന് പറയുന്നത് എല്ലാ കരച്ചിലുകളും ദൈവികമല്ല. हालेलुया. हर रोने का आवाज सुनकर सोचना नहीं कि ये सचमुच में प्रेस लॉर्ड को जरूरत से वे रो रहे हैं. എല്ലാ കരച്ചിലുകളും കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ അതൊരു ആവശ്യത്തിന്റെ കരച്ചിലാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്, हालेलुया. തെറ്റിദ്ധരിക്കരുത്. प्रेस लॉर्ड हमारे आंसू परमेश्वर के करीब हमें लाने के लिए है, परमेश्वर से दूर करने के लिए नहीं है. നമ്മുടെ കരച്ചിലുകൾ ദൈവത്തോട് നമ്മളെ അടുപ്പിക്കുന്നതായിരിക്കണം, അല്ലാതെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതായും പോകരുത്. यदि कहीं पर भी परमेश्वर से हमें दूर करने वाला अनुभव हो रहा है तो ध्यान देना किस प्रकार का पुकार हम परमेश्वर से कर रहे हैं. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന കരച്ചിലാണോ നമ്മൾ കരയുന്നത് എന്ന് നമ്മുടെ കരച്ചിലിനെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. हालेलुया. एस्तेर के पुस्तक उसके 4 अध्याय उसके पहले आयत में मोर्देकाई का प्रेस लॉर्ड हालेलुया कड़वा पुकार करके हम वहां पर देखते हैं. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ ആമേൻ മോർദെഖായിയുടെ ഉച്ചത്തിലുള്ള നിലവിളിയെ കുറിച്ച് നമ്മൾ കാണുന്നു. हालेलुया. प्रेस लॉर्ड ही क्राइड बिटरली करके वहां पर बताया गया है. അവിടെ മോർദെഖായി കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു എന്ന് വായിക്കുന്നു. हामान ने जब सारे योजनाएं इस्राएल को खत्म करने के लिए किया तब मोर्देकाई परमेश्वर से वो रो रहा है. അവിടെ ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ള സകല പദ്ധതികളും ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോൾ മോർദെഖായി വളരെ കൈപ്പോടെ ഉച്ചത്തിൽ കരഞ്ഞു. मोर्देकाई इतना जोर से पुकार कर रोया ताकि पूरे राज्य को वो बड़े छुटकारे के लिए कारण हो रहा है. മോർദെഖായി വളരെ കൈപ്പോടെ ഉച്ചത്തിൽ കരയുകയാണ് ഒരു വലിയ രാജ്യത്തിന്റെ വിടുതലിനു വേണ്ടി. हालेलुया. मोर्देकाई यदि तू रोने के लिए तैयार है तो परमेश्वर तेरे रोने की आवाज सुनकर पूरे राज्य को भी छुटकारा की ओर लेकर जा सकता है. മോർദെഖായിയെ നീ കരയുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ കരച്ചിലിന്റെ നിലവിളി കേട്ട് ദൈവം ഒരു രാജ്യത്തെ രക്ഷിക്കുവാനിടയുണ്ട്. हालेलुया. आपकी आंसुओं के पीछे परमेश्वर की आश्चर्य कार्य छुपा हुआ है. നമ്മുടെ കണ്ണുനീരിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന ഒരു വലിയ ദൈവ പ്രവൃത്തിയുണ്ട്. शायद वो हमें क्षण भर का प्रेसोड हमारे जरूरत होगा, शायद हमारे अंदर के कड़वापनों को मिटाने के लिए होगा, शायद हमारे रोने के कारण बड़े प्रेसोड कार्य आश्चर्य कार्य और पूरे राज्य के छुटकारे के लिए शायद कारण हो सकता है. ഒരുപക്ഷേ നമ്മുടെ കരച്ചിൽ എന്ന് പറയുന്നത് ഒരു നേരത്തേക്കുള്ള ഒരു ആഹാരത്തിന്റെ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന്റെ പൂർത്തീകരണത്തിന്റെ മറുപടി ആയിരിക്കാം.
അല്ലെങ്കിൽ നമ്മുടെ നിലവിളി നമ്മുടെ ഉള്ളിലെ വലിയ കയ്പ് അലിഞ്ഞു പോകുന്ന അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ വിടുതലായി മാറാം. व्यक्तिगत आंसू शायद व्यक्तिगत चंगाई के लिए कारण हो सकता है. നമ്മുടെ വ്യക്തിപരമായ കരച്ചിൽ നമ്മുടെ വ്യക്തിപരമായ സൗഖ്യത്തിന് കാരണമായി തീരും. हालेलुया. बल्कि एक पब्लिक वीपिंग जो हमें जोर से पुकार कर रोने वाला अनुभव शायद एक राज्य के छुटकारा का कारण हो सकता है. എന്നാൽ അത്യുച്ചത്തിൽ നിലവിളിച്ച് മറ്റുള്ളവർ കേൾക്കെ നാം കരയുന്ന കരച്ചിൽ ഒരു ദേശത്തിന്റെ വിടുതലിന് കാരണമായി തീരും. हालेलुया. पुराने नियम से और भी काफी लोगों के बारे में बताने के लिए है, लेकिन नए नियम का भी कुछ लोगों को जल्दी से पहचान दिलाना चाहूंगा. പഴയ നിയമത്തിൽ ഇനിയും അനേകരെ കാണുവാൻ കഴിയുമെങ്കിലും പുതിയ നിയമത്തിൽ നിന്ന് വേഗത്തിൽ ഒന്ന് രണ്ടുപേരെ പരിചയപ്പെടുത്താം. हालेलुया. नाइन का उस विधवा रोने वाला अनुभव को हम देखते हैं. നയീനിലെ വിധവയുടെ കരച്ചിൽ നമ്മൾക്കറിയാം. लूका के सुसमाचार उसके 7वें अध्याय में हम देखते हैं प्रेज लॉर्ड 9 का विधवा प्रेज लॉर्ड अपने प्रेज लॉर्ड मरे हुए बेटे का जो शव लेकर आ रहा है, तब उनके रोने वाला उस अनुभव को देखते हुए हालेलुया उस मंजिल पर यीशु छूता है और उसे जिंदा वापस देता है. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നയീൻ പട്ടണത്തിലെ വിധവ അവളുടെ മകൻ മരിക്കുവാനിടയായി തീർന്നു. അവന്റെ ശവം ചുമക്കുന്ന അവന്റെ മരിച്ച ശരീരം ചുമക്കുന്ന മഞ്ചല് ചുമന്നുകൊണ്ട് വരുന്നവരെ കണ്ട് യേശു മനസ്സലിഞ്ഞ് അവളുടെ കരച്ചിൽ കണ്ട് അവനെ എഴുന്നേൽപ്പിക്കുവാനിടയായി. विधवा अपने एकलौता पुत्र को दफनाने के लिए लेकर जा रहा था. അവിടെ ഏകജാതനായ പുത്രനെ അടക്കുവാൻ അവൾ കൊണ്ടുപോയി. लेकिन उसका हृदय का रोने वाला बातों को यीशु ने देख लिया. എന്നാൽ അവിടെ ഉള്ളിന്റെ ഉള്ളിലെ കരച്ചില് യേശു കണ്ടു. हालेलुया. यीशु ने जैसे ही उस विधवा का प्रेज लॉर्ड आंसू को देखा, हालेलुया, he touched the coffin. हालेलुया. परमेश्वर ने उस पर हाथ रखा. हालेलुया. प्रेज लॉर्ड डू नॉट वीप, मत रोना करके उस स्त्री से वे कह रहे हैं. അവിടെ യേശുവിന്റെ ഉള്ളം അലിയുവാനിടയായി അവിടെ കരച്ചിൽ കണ്ട് യേശു ആ മഞ്ചലിൽ തൊട്ടു. ഹല്ലേലൂയ. യേശു അവളോട് പറയുകയാണ്, അവളോട് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നു മഞ്ചം തൊട്ടു. हालेलुया. डू नॉट वीप, रोना नहीं करके कहा, और पास जाकर उस हालेलुया कफन में जब छुआ तब उसे जिंदा वापस दे रहा है. യേശു അവളോട് കരയണ്ട എന്ന് പറഞ്ഞ് ആ മഞ്ചത്തെ തൊട്ടപ്പോൾ മരിച്ചവൻ എഴുന്നേൽക്കുവാനിടയായി. हालेलुया. हमारे रोने वाला वो आंसू हालेलुया परमेश्वर का हृदय को हालेलुया छू सकता है. നമ്മുടെ കരച്ചിലിന്റെ ആ കണ്ണുനീരിന്റെ അനുഭവം നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ തൊടുവാനിടയുണ്ട്. हालेलुया. प्रेज लॉर्ड. वास्तव में हमारे हृदय के अंदर का आंसुओं को देखने वाला एक परमेश्वर है. നമ്മുടെ ഉള്ളിന്റെ ഹൃദയത്തിന്റെ കരച്ചിലിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. हालेलुया. वो परमेश्वर का हृदय को हालेलुया छू सकता है. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ കരച്ചിലിനെ തൊടും. मरे हुए बेटे को भी जिंदा वापस दे सकता है. മരിച്ച മകനെ ജീവനിലേക്ക് ഉയർപ്പിക്കും. हालेलुया. डू नॉट क्राई, डू नॉट वीप, आप मत रो बोलकर उसे सांत्वना देते हुए मरे हुए बेटे को वो जिंदा दे रहा है. അവളോട് കരയണ്ട എന്ന് പറഞ്ഞ് അവിടെ മരിച്ച മകനെ ദൈവം മടക്കി കൊടുത്തു. हालेलुया. मरकुस के सुसमाचार उसके 10वें अध्याय उसके 46 से लेकर जब हम देखते हैं एक बर्तिमाई नाम का व्यक्ति के बारे में हम जानते हैं. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ബർത്തിമായിയെ നമ്മൾ കാണുന്നുണ്ട്. हालेलुया. बर्तिमाई ने जोर से पुकार कर रोया करके हम देखते हैं. അവിടെ ബർത്തിമായി ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. हे सन ऑफ डेविड, दाऊद का पुत्र यीशु, मुझ पर दया कर बोलकर वो वहां पर पुकार रहा है. ദാവീദ് പുത്ര എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരയുന്നു. लोगों ने उसे शांत करने का कोशिश किया, ആളുകൾ അവനെ ശാസിച്ചു മിണ്ടാതിരിക്കാൻ लेकिन പറഞ്ഞു. जितना उसे शांत करने का कोशिश कर रहा है उतना जोर से वो चिल्लाकर रो रहा है. എത്രമാത്രം അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അതിലുപരിയായി അവൻ കരയുക. हालेलुया. रोने वाले आवाज को सुनते हुए यीशु उस व्यक्ति के लिए वहां पर खड़े होने के लिए तैयार हो रहा ആ है. കരച്ചിലിന്റെ ശബ്ദം കേട്ട് യേശു അവനു വേണ്ടി അവിടെ നിന്നു.
പറയുന്നു. वहां पर लिखा गया है कि यीशु रुका, उसे बुलाओ करके कहता है, യേശു നിന്നു, അവനെ വിളിക്ക എന്ന് യേശു പറഞ്ഞു. और उसे वो चंगा करता है करके वहां पर लिखा गया है. അവന് യേശു സൗഖ്യം കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. हमारे रोने वाले आवाजों को सुनते हुए लोग शायद शांत करने का कोशिश करेगा, लेकिन परमेश्वर हमारे आंसुओं को देखने वाला परमेश्वर है. നമ്മുടെ കരച്ചിലിനെ മറ്റുള്ളവർ ശാന്തമാക്കുവാൻ ശ്രമിക്കുമായിരിക്കാം, പക്ഷേ നമ്മുടെ കരച്ചിലിന്റെ ആവശ്യത്തെ നിറവേറ്റി തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. हालेलुया, प्रेज़ लॉर्ड, हमारे आंसुओं को देखने वाला एक परमेश्वर നമ്മുടെ है. കണ്ണുനീര് കാണുന്ന ദൈവം. हालेलुया, मरकुस के सुसमाचार उसके 4वें अध्याय उसके 38 आयत में यीशु का चेले यीशु से रोते हुए हम वहां पर देख रहे हैं. മർക്കോസ് 4:38 മുതൽ വായിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് നിലവിളിക്കുക. हालेलुया, हम इस तूफान में खत्म होने वाले हैं करके यीशु से वे रो रहे हैं. ഞങ്ങൾ ഈ കൊടുങ്കാറ്റിനാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞ് അവർ യേശുവിനോട് നിലവിളിച്ചു. हालेलुया, लेकिन हमारे उस कमजोरी के समय में रोने वाला, प्रार्थना करने वाला, वो प्रार्थना भी सुनने वाला एक परमेश्वर है. നാം ക്ഷീണിച്ച് തളർന്നു പോകുമ്പോൾ നാം നിലവിളിക്കുന്ന നിലവിളിക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവ് നമ്മുടെ പടകിലുണ്ട്. परमेश्वर क्यों हमारे प्रार्थनाओं पर जवाब दे रहा है? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം എന്തിനാ മറുപടി തരുന്നത്? भजन संगीता लिखने वाला कहता है, क्योंकि हम उसके संतान हैं. സാമൻ സങ്കീർത്തനക്കാരൻ പറയുന്നു, നാം അവന്റെ മക്കളാകൊണ്ട് ഉത്തരം ലഭിക്കുന്നു. हमें भजन संगीता 103 के 13 में लिखा गया है, बिकॉज वी आर हिज चिल्ड्रन, हम उस परमेश्वर की संतान है करके लिखा गया है. സങ്കീർത്തനം 103:13 അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്ന് പറയുമ്പോൾ അവന്റെ മക്കളാണ് നാം എന്ന് ദൈവ ആമേ വചനം एक പറയുന്നു. पिता कभी भी अपने बच्चों को इग्नोर नहीं कर सकता, बल्कि उसके आंसुओं के सामने रुकने वाला एक परमेश्वर है. ഒരപ്പനും തന്റെ മക്കളോട് കരുണ തോന്നാതിരിക്കില്ല. അവരുടെ കണ്ണുനീര് കാണുമ്പോൾ അവൻ നിൽക്കുന്ന ദൈവം നമുക്കുണ്ട്. हालेलुया, प्रेज द लॉर्ड, हमारे आंसुओं को हमें देखने वाला एक परमेश्वर നമ്മുടെ है. കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. काफी बातें वहां पर बताएं, लेकिन समय खत्म होने के कारण मैं वहां पर समाप्त करना चाहूंगा. ഇനിയും അനേകം കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയം കഴിഞ്ഞു പോയത് കൊണ്ട് നിർത്തുകയാണ്. एक बार राजू पी नायर पास जब कंजूर मार्ग चर्च में आया था, एक उदाहरण उन्होंने बताया. രാജു പി നായർ പാസ്റ്റർ ഒരിക്കൽ കഞ്ചൂർമാർ ചർച്ചിൽ വന്നപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. वो अभी भी मेरे मन में याद में है. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. हालेलुया, वहां पर उन्होंने इस प्रकार कहा कि एक पिता ड्यूटी के लिए जाने के लिए तैयार होकर खड़ा है. താൻ ഈ ഉദാഹരണം ഇങ്ങനെ പറഞ്ഞു, ഒരു പിതാവ് താൻ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുകയാണ്. जैसे ही वो जाने के लिए तैयार हो रहा है, 2 साल का एक बच्चा उस पिता के पैर में पकड़कर उसे नहीं छोड़ रहा है. താൻ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ 2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് അപ്പന്റെ കാലെ കെട്ടിപ്പിടിച്ച് തന്നെ വിടുന്നില്ല. हालेलुया, पिता कह रहा है कि बेटा मुझे नहीं छोड़ रहा है, मुझे ड्यूटी जाना है, लेकिन बेटा मुझे नहीं छोड़ रहा ആ है. പിതാവ് പറയുകയാണ്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, പക്ഷെ ഈ മോൻ എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല. सच में 2 साल का उम्र का बेटा को शक्ति है या इतनी उम्र वाला पिता को शक्ति है ज्यादा है? ശരിക്കും നാം ഒന്ന് ചിന്തിച്ചാല് ഈ കൊച്ചിനാണോ ശക്തി, അതോ ഇത്രയും വലിയ അപ്പനാണോ ശക്തി കൂടുതൽ? आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നു? समझ में आ रहा है? प्रेज़ लॉर्ड, इतने लंबे, इतने चौड़े, इतने बड़ा एक इंसान को शक्ति ज्यादा है या 2 साल का बच्चा का शक्ति ज्यादा है? ഇത്രയും പൊക്കവും വണ്ണവും ശക്തിയുമുള്ള അപ്പനാണോ ശരിക്കും വാസ്തവത്തിൽ ബലമുള്ളത്, അതോ ഈ കൊച്ചു കുഞ്ഞിനാണോ? लेकिन छोटा सा बच्चा, 2 साल का बच्चा जब पैर में पकड़कर जब रोता है, बाप ये देखकर छोड़कर जा नहीं सकता है. ഇത്രയും ശക്തി കുറഞ്ഞ, ഇത്രയും ബലഹീനനായ 2 വയസ്സുള്ള കുഞ്ഞ് അപ്പന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അപ്പൻ പറയുകയായി, കുഞ്ഞെന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞ് താൻ പോകാതെ നിൽക്കുക. हमारा स्वर्गीय परमेश्वर भी ऐसा ही है. നമ്മുടെ സ്വർഗത്തിലെ ദൈവവും അങ്ങനെ തന്നെ. हालेलुया, हम शायद निर्बल होगा, लेकिन हम यदि उस परमेश्वर के पैरों में पकड़कर यदि हम रोने के लिए तैयार है, वो परमेश्वर में छोड़कर नहीं जाएगा, बल्कि हमारे आंसुओं के सामने हमें उत्तर देने के लिए सामर्थ्य परमेश्वर है. ഒരുപക്ഷെ നമ്മൾ
ദുർബലരായിരിക്കും, അശക്തരായിരിക്കും. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ കാൽക്കൽ വീണ് കിടന്ന് കരയാമെങ്കിൽ ദൈവം നമ്മെ ഉപേക്ഷിച്ചു പോകുകയില്ല. നമുക്ക് വേണ്ടി നിന്ന് നമ്മുടെ കരച്ചിലിന്റെ മറുപടി നമുക്ക് തരും. हमारा परमेश्वर में इग्नोर करने वाला परमेश्वर नहीं നമ്മുടെ है. കർത്താവ് നമ്മളെ അവൻ തിരസ്കരിച്ച് ത്യജിച്ചു കളയുന്ന वो ദൈവമല്ല. सर्वशक्तिमान परमेश्वर है, लेकिन अपने संतान, अपने बच्चे जब यीशु के पास आकर रोने के लिए तैयार है, यीशु कभी भी छोड़कर नहीं जाएगा, बल्कि हमारे लिए खड़े रहते हुए हमें उत्तर देने वाला परमेश्वर है. നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവശക്തിമാനായ ദൈവമാ. പക്ഷേ ബലഹീനരായ നമ്മൾ അവന്റെ കരങ്ങളിൽ കാലുകളിൽ വീണ് കിടന്ന് കരയാമെങ്കിൽ ഒരിക്കലും ദൈവം നമ്മളെ കണ്ടില്ലെന്ന് നടിച്ച് ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. भजन संहिता लिखने वाला कहता है, बिकॉज क्राई शोस आवर डिपेंडेंस, हमारे आंसुए हमारा निर्भरता परमेश्वर पर है करके दिखा रहा है. സങ്കീർത്തനം മുഴുവനും നമ്മൾ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ കരച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിലെ ആശ്രയത്തെ കാണിച്ചു തരുന്നതാണ്. हालेलुया, that we are depending on God. हम जब परमेश्वर से रोते हैं, हमारा डिपेंडेंस परमेश्वर पर है करके हम सच में प्रूव कर रहे നമ്മൾ हैं. ദൈവത്തോട് എത്രമാത്രം നിലവിളിക്കുന്നു അത്രമാത്രം നമ്മൾ ദൈവസന്നിധിയിൽ അമ്മെ തെളിയിച്ചു കാണിക്കുകയാണ്. ദൈവമേ, നിന്നിലാണ് എന്റെ മുഴുവനും ആശ്രയമെന്ന്. इंसान के सामने जाकर मत रोना, परमेश्वर के सामने जाकर यदि हम रोने के लिए तैयार हैं, वो हमारे आंसुओं को देखने वाला और हमें उत्तर देने वाला परमेश्वर है. മനുഷ്യന്റെ മുന്നിൽ കരഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവത്തിന് മുമ്പാകെ കണ്ണുനീരൊഴുക്കാമെങ്കിൽ, നിലവിളിക്കാമെങ്കിൽ നമ്മുടെ കരച്ചിലിന്റെ മറുപടി ഉണ്ടാകും. एक और आखिरी आयत को पढ़कर मैं उस भाग को समाप्त करूंगा. ഏറ്റവും അവസാനമായി ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കും. प्रकाशित वाक्य उसके 21वें अध्याय उसके 4वें आयत को पढ़ेंगे. बुक ऑफ रेवलेशन चैप्टर 21 वर्सेस 4. सभी लोग अपने बाइबल एक बार खोलकर देखिएगा, आपकी बाइबल में वो आयत है या नहीं. വെളിപ്പാട് പുസ്തകം 21ന്റെ 4-ാമത്തെ വാക്യം, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. आमीन. वो उसके आंखों से हर आंसू पोंछ डालेगा करके लिखा गया है. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുമെന്ന് വചനം പറയും. हमारे आंसू समाप्त होने वाला एक समय है. നമ്മുടെ കണ്ണുനീര് തീരുന്ന ഒരു ദിവസം. हालेलुया. वो खुद आकर उसके हाथों से मेरे आंखों से आंसू पोंछ डालेगा. അവൻ വന്ന് അവന്റെ കൈ കൊണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന ദിവസമുണ്ട്. बेटा तू बहुत रोया है, बेटी तू बहुत रोया है बोलकर यीशु खुद आकर अपने हाथों से हमारी आंखों से आंसू वो पोंछ डालेगा. നീ ഒത്തിരി കരഞ്ഞതാ മകളെ, മകനെ എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണുനീര് തുടച്ചു മാറ്റുന്ന ഒരു ദിവസമുണ്ട്. जैसे छोटे बच्चे रोते हैं, उनके माता पिता जाकर हाथ से जैसा पोंछते हैं, वैसा यीशु उसके हाथों से हमारे आंखों से हमें आंसू पोंछ डालेगा. ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു അപ്പനും അമ്മയും ചെന്ന് അതിനെ ആശ്വസിപ്പിച്ച് കരയണ്ട മോനെ എന്ന് പറഞ്ഞ് അതിന്റെ കണ്ണിൽ നിന്ന് മുഖത്ത് നിന്ന് കണ്ണുനീര് തുടച്ചു മാറ്റുന്ന പോലെ കർത്താവ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. और वहां पर लिखा गया है, और फिर ना मृत्यु, ना शोक, ना रोना, ना पीड़ा हालेलुया होगा, क्योंकि उसने तो हमारे आंखों से सारे आंसू पोंछ डाला है. അതിന്റെ അടുത്ത വാക്യത്തിൽ ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. हालेलुया. आज से आंसू आनंद का काल की ओर हालेलुया बदल जाएगा. അന്ന് മുതൽ കണ്ണുനീരെല്ലാം ഒരു നിത്യജീവനിലേക്ക് അവൻ മാറിപ്പോകും. It will be for that eternal joy. उस आमीन अनंत काल की आनंद के लिए हमारे आंसू को वो मिटा डालने ഈ वाला है. കണ്ണുനീരിനെ എല്ലാം ഒരു നിത്യ ആനന്ദത്തിലേക്ക് കർത്താവ് മാറ്റിയെടുക്കുന്ന ഒരു ദിവസമുണ്ട്. कितने लोग खुश हैं आज? എത്ര പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश हैं? എത്ര പേര് സന്തോഷം? हालेलुया. आंसू का बहुत बड़ा एक उत्तर भी है, और ये सारे आंसू खत्म होने वाला एक दिन भी आने वाला है. കരച്ചിലിനൊരു മറുപടിയുണ്ട്. ഈ കരച്ചിൽ അവസാനിക്കുന്ന ഒരു ദിവസത്തിന്റെ പ്രത്യാശയും നമുക്കുണ്ട്. सारे आंसू मिटा डालेगा, और एक इटर्नल जॉय उस अनंतता काल की आनंद की ओर परमेश्वर हमारे
हमारे हाथों को पकड़ते हुए हमें ले चलने वाला ഈ है। കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റി ഒരു നിത്യ സന്തോഷത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. इसके लिए निराश होने का जरूरत नहीं, हमारे अंदर वो आशा बढ़ने पाए, उम्मीद बढ़ने पाए, हमारा भरोसा केवल हमारे परमेश्वर पर होने पाए। അതുകൊണ്ട് ഭാരപ്പെടേണ്ട, നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിച്ച് കർത്താവിൽ ആനന്ദിച്ച് ജീവിപ്പാനിടയാകട്ടെ. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए। ऐसे अवसर और अनुमति दिए परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल। आमीन। हमें भी आपकी प्रार्थनाओं में उठाए रखिएगा। हालेलुया। आपकी प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण है। थैंक यू वंस अगेन। गॉड ब्लेस यू ऑल। आमेन, आमेन, आमेन। थैंक यू। Hallelujah. Hallelujah. Amen. Amen. Amen.